ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, പ്രാർത്ഥനയ്ക്കുത്തരമായി ദൈവം നിനക്ക് തരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് ജീവിതമായാലും ജോലിയായാലും ശുശ്രൂഷയായാലും വാഹനമായാലും സ്ഥലമായാലും വീടായാലും മാർക്കായാലും എന്തായാലും പ്രാർത്ഥനയ്ക്കുത്തരമായി ദൈവം നിങ്ങളുടെ കയ്യിൽ തരുന്നത് ആവറേജ് ആയിരിക്കില്ല. ഏറ്റവും ബെസ്റ്റായ ഒരു കാര്യം, ഏറ്റവും നല്ലതായിരിക്കും. ഒരു നിമിഷം നമ്മളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നൊരു ഹൃദയവും അങ്ങയുടെ വചനത്തെ ബഹുമാനിക്കുന്നൊരു നല്ല മനസ്സും നൽകി എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, നിന്നെ സ്നേഹിക്കുന്നൊരു മനസ്സും അങ്ങയുടെ വചനത്തെ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരു നല്ല ഹൃദയവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. വീണ്ടും പ്രാർത്ഥിച്ചേ, ദൈവമേ, ഇന്ന് ഞാനിവിടെ പ്രാർത്ഥിച്ചത് എനിക്കൊരു പുതിയ അനുഭവത്തിന് കാരണമാകണമേ. എൻ്റെ ജീവിതത്തിൽ അതൊരു പുതിയ അനുഭവമാകുവാൻ കാരണമാകണമേ. ദൈവത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥിച്ചുമെടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ പോലും വലിയൊരനുഗ്രഹമായി മാറും. ചെറിയ ചുവടുവയ്പ്പുകൾ പോലും ചെന്നു നിൽക്കുന്നതൊരനുഗ്രഹത്തിലായിരിക്കും. പ്രാർത്ഥിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും എടുക്കുന്ന ചെറിയ ചുവടുവയ്പ്പുകൾ പോലും വലിയ അനുഗ്രഹമായിരിക്കും. വലിയ അനുഗ്രഹമായിരിക്കും. ഇന്നത്തെ പ്രാർത്ഥന നിങ്ങൾക്കൊരു നല്ല അനുഭവമാകും. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ദൈവമേ, നിൻ്റെ സ്നേഹം അനുഭവിക്കാൻ, നിൻ ദാനം അനുഭവിക്കാൻ, നിൻ്റെ ദാനമായ സൗഖ്യവും വിടുതലും സമാധാനവും അനുഭവിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും, എല്ലാ കുടുംബങ്ങളിലും, എല്ലാ വ്യക്തികളിലും നിങ്ങൾ സമർപ്പിച്ച ആവശ്യങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ചിലതൊക്കെ നമ്മെ കരയിപ്പിക്കുന്ന വിഷയങ്ങളാണ്. ചിലതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ സങ്കടമാണ്. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത വിഷമങ്ങളും വേദനകളുമാണ്. അതെല്ലാം ദൈവസന്നിധിയിൽ കൊടുക്കുക. നിങ്ങളാരും ഈ വചനം കേൾക്കുന്നത് യാദൃശ്ചികമല്ല. ദൈവത്തിന് എന്തോ ഒരു വലിയ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ ഒരു നിമിഷം മതി. ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ മാറാൻ ഒരു നിമിഷം മതി. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ചിലർക്കൊട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും പാടുമ്പോൾ ചിലർക്കൊട്ടും പാടാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിയിട്ടുണ്ട്. അതായിരിക്കും ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്തത്, പാടാൻ പറ്റാത്തത്, ആരാധിക്കാൻ പറ്റാത്തത്. എല്ലാവരും അടുത്ത് നിൽക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുക. എനിക്കൊട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നു പോലുമില്ല. ഈ വചനം കേൾക്കാൻ തന്നെ തോന്നുന്നില്ല. ഇറങ്ങി പുറത്തോട്ട് പോയാലോ എന്ന് തോന്നിപ്പോകും. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അടുത്തു നിൽക്കുന്നവർ, ഇടത്തും വലത്തും നിൽക്കുന്നവർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ കൊടുക്കണമേ. ദൈവത്തിൽ ആശ്രയിക്കാൻ അനുഗ്രഹം കൊടുക്കണമേ. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഇടയാകണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ സമയമാണിത്. നിൻ സ്നേഹം അറിഞ്ഞു പാടുമോ? നിന്ദാനം അനുഭവിച്ചു, നിൻ സ്നേഹം രുചിച്ചറിഞ്ഞു. പിന്നെയോ? യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. എല്ലാവരും ചേർന്ന് പാടുമോ?
യേശുവേ എൻ ദൈവമേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ച. യേശു എനിക്ക് ചെയ്ത, യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോ. ചേർന്ന് പാടുമോ? യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോ നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. അക്കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് നിന്ദാനം ഞാൻ അനുഭവിച്ചു. അതിന് സാധിക്കട്ടെ, ഇവിടെ വെച്ച് സാധിക്കട്ടെ. എല്ലാ കുടുംബങ്ങൾക്കും ഇത് അനുഭവിച്ചറിയാൻ കഴിയട്ടെ. എല്ലാ വ്യക്തികൾക്കും ഇതറിയാൻ കഴിയട്ടെ. എല്ലാ യുവതി യുവാക്കൾക്കും ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ദാനം, സൗഖ്യം, വിടുതൽ അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. എല്ലാവരും ചേർന്ന് പാടുമോ? യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു. ആമേൻ. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. നമുക്കൊന്നിരിക്കാം. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ ഈ ഡിസംബർ മാസത്തിലെ ഈ രണ്ടാം വെള്ളിയാഴ്ച നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്യാവശ്യം നല്ല തണുപ്പുള്ള പകലും സ്ഥലവും സാഹചര്യവുമാണ്. എന്നിട്ട് പോലും ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കാൻ വന്നു. ഇന്നലെ ഇലക്ഷനായിരുന്നു. എന്നിട്ട് പോലും ആ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് ചെയ്തതിന് ശേഷം ആളുകൾ പ്രാർത്ഥിക്കാനായി ഓടി വന്നു. അതെല്ലാം ഒരു അനുഗ്രഹമായി കാണുന്നു. ഇന്ന് ഞാൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ആത്മാവിലും അനുഭവിക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുവാണ്. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ലഭിക്കാൻ ഇടയാകട്ടെ എന്ന്. ഹല്ലേലൂയ. ഹൃദയത്തിൽ ദൈവം ഉറപ്പും ധൈര്യവും നൽകുന്ന സമയമാണിത്. ചിലപ്പോൾ നമുക്കിത് നഷ്ടപ്പെട്ടു പോകും. മനസ്സിനൊരു ധൈര്യമില്ല, മനസ്സിനൊരു സന്തോഷമില്ല, ഒരുറപ്പില്ല, എന്നാ ചെയ്യണമെന്നറിയത്തില്ല. നമ്മളിങ്ങനെ ഒരുമിച്ച് കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ച് വചനം കേൾക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉറപ്പും ധൈര്യവും ശക്തിയും പ്രതീക്ഷയും നിറയ്ക്കും. ആമേൻ. അതിനുള്ള സമയം കൂടിയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം വിവാഹ ജീവിതം, കല്യാണമൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിച്ച് വർഷങ്ങൾ ജീവിച്ച ഒരാൾ പറഞ്ഞൊരു കാര്യം, ഒരു മക്കളൊക്കെ ഉണ്ട് അവിടെ, അവർ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അവർ പറയുവാണ്, ഭർത്താവ് പറയുവാണ്, അല്ല ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ കുടുംബം ഭയങ്കര സന്തോഷമായിരുന്നല്ല, ഇത്രയും വർഷം നിങ്ങൾ നല്ല സമാധാനത്തോടെ ജീവിച്ച് അതെങ്ങനെയാണ് ജീവിക്കാൻ കഴിഞ്ഞത്, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചു,
പക്ഷെ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ യേശുവിനെയാണ് സ്നേഹിച്ചത്. ആമേൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു, ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചു, പക്ഷേ എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചത് ദൈവത്തെയാണ്, യേശുവിനെയാണ്. ആമേൻ. ഭാര്യയും ഭർത്താവും പറഞ്ഞെന്താണ്? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല കൂടുതൽ സ്നേഹിച്ചത്, ഞങ്ങൾ രണ്ടുപേരും ദൈവത്തെയാണ് കൂടുതൽ സ്നേഹിച്ചത്. അപ്പോൾ ആ കുടുംബം അനുഗ്രഹമായി നിലനിൽക്കാൻ കാരണം അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിച്ചത്, ദൈവമേ, നിന്നെ സ്നേഹിക്കുന്നൊരു ഹൃദയവും ദൈവത്തോട് ഭക്തിയുള്ള, ദൈവവചനം കേൾക്കുമ്പോൾ അതിനെ ബഹുമാനത്തോടെ കാണുന്നൊരു ഹൃദയവും ഒരു മനസ്സൊക്കെ നൽകി എന്നെയും എൻ്റെ വീട്ടിലുള്ളവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഞാൻ കേട്ട ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഒരാൾ പറയുന്നത് കേട്ടതാണ്. നമ്മളെല്ലാം ഭാഗ്യമുള്ളവർ, അനുഗ്രഹമുള്ളവർ എന്നൊക്കെ എണ്ണുന്നത് അവരുടെ ചില ഭൗതിക നന്മകൾ കണ്ടിട്ടാണ്. വീട്, കാറ്, ജോലി, ഇതെല്ലാം കണ്ടേച്ച് നമ്മൾ പറയും എന്ത് ഭാഗ്യമുള്ളവർ, എന്നാ ദൈവാനുഗ്രഹം അവർക്കെന്ന് റോട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ പറയില്ലേ, നല്ലൊരു വീട്, മുറ്റത്ത് 2-3 വാഹനങ്ങൾ, അവരെല്ലാം ജോലിക്ക് പോകുന്നു വരുന്നു. നമ്മൾ പറയും, നമ്മൾ സാധാരണക്കാർ പറയും എന്ത് ഭാഗ്യമുള്ളവരാ. വീടും കാറും ജോലിയും കണ്ട് ഭാഗ്യമുള്ളവർ, അനുഗ്രഹമുള്ളവരെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വലിയ വീടും വലിയ കാറും ഉണ്ട്, 3-4 മാസമായിട്ട് അവർ മിണ്ടിയിട്ട് പോലും ഉണ്ടാവില്ല, പരസ്പരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും ഓരോ മുറിയിൽ കൂടെയൊക്കെ ഇരുന്ന് നേരം വെളുപ്പിക്കുന്നു, പോകുന്നു, തിന്ന് ഭക്ഷണം കഴിച്ചെങ്കിൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. എന്നാൽ നമ്മൾ ചെറിയ വീട് കണ്ടിട്ടുണ്ട്. ചെറിയ വീട്, ചിലപ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ ഒരു സ്കൂട്ടിയെ കാണത്തുള്ളൂ, ഒരു കാറ് പോലും കാണത്തില്ല. ചെറിയ വാഹനമുള്ളൂ. നമ്മൾ പറയും കഷ്ടം, അവർക്കൊരു വണ്ടി പോലും ഇല്ല, വലിയ വീടില്ല എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ആ ചെറിയ വീട്ടിലായിരിക്കും പരസ്പരം മിണ്ടലും പറച്ചിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലും മനസ്സ് തുറന്നുള്ള സംസാരവും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും. സത്യത്തിൽ അടുത്തറിയുമ്പം ഏത് കുടുംബമാണ് സത്യത്തിൽ അനുഗ്രഹമുള്ള കുടുംബം? വലിയ വീടുള്ളതാണോ ചെറിയ വീടാണോ? ചെറിയ വീട്ടിലെ സന്തോഷമുള്ള ചെറിയ വീടാണ് അനുഗ്രഹമുള്ള വീട്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, നമുക്കുള്ളത് സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. ആമേൻ. നമുക്കുള്ളത് ഉള്ള വീട്, ഉള്ള ജോലി, ഉള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്നൊരു മനസ്സുള്ളവൻ സമ്പന്നനാണ്. ആമേൻ. വീടും കാറും കണ്ടുകൊണ്ട് എല്ലാം വലിയ സന്തോഷമാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളിവിടെ പണ്ട് പറഞ്ഞ് അങ്ങ് ദൂരെ നിന്നൊരാൾ വാഹനം ഓടിച്ച് നമ്മുടെ ഈ ആലയത്തിലേക്ക് വന്ന്, ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ അവരുടെ വാഹനം ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഇടിച്ച്, ഫ്രണ്ട് ഭാഗമല്ല പുറകു ഭാഗം, എന്നിട്ട് ആ ഡീസലോ പെട്രോളോ ആ ഇന്ധനം നിറയ്ക്കുന്ന ഭാഗം ചളുങ്ങിപ്പോയി. അത് പിന്നെ വണ്ടി ഓടാനൊക്കെ ബുദ്ധിമുട്ട് വന്നു. പക്ഷെ വലിച്ച് നൂർത്തൊക്കെ ഓടാൻ പറ്റുന്ന കണ്ടീഷനാക്കി വീണ്ടും ഇവിടെ വന്നു. അപ്പോൾ നമ്മളെ കണ്ടു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ രാത്രിയിൽ എന്തിനാ പോകുന്നത്? രാത്രി പോരുമ്പോൾ അറിയാതെ ഉറങ്ങിയൊക്കെ പോകില്ലേ, നിങ്ങളെന്നാൽ പകൽ വന്നാൽ പോരെ? ആദ്യം അവർ പറഞ്ഞു ഉറങ്ങിപ്പോയതാണെന്ന്. പിന്നീട് അവർ പറഞ്ഞു ഉറങ്ങിപ്പോയതല്ല, ഭാര്യയും ഭർത്താവ് വണ്ടി ഓടിക്കുന്നു, ഭാര്യ അപ്പുറത്ത്, ഇവർ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കിയപ്പോൾ ദേഷ്യത്തിന് വണ്ടി തിരിച്ചതാണ്. ഡ്രൈവ് ചെയ്തുകൊണ്ട് വഴക്കുണ്ടായതാണ്. എന്തോ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. ആ ദേഷ്യത്തിന് തിരിച്ചപ്പോൾ വണ്ടി തിരിച്ചത് കൂടിപ്പോയി, നേരെ പോയി പോസ്റ്റിൻ്റെ ഇടിച്ചു. വഴക്കുണ്ടാക്കി വലിയ കാറിൽ പോകുന്നവരുണ്ട്, സന്തോഷത്തോടെ സ്കൂട്ടിയെ പോകുന്നവരുണ്ട്. ഏതാ ഭാഗ്യം? സന്തോഷത്തോടെ ആ സ്കൂട്ടിയെ പോകുന്ന ഭാഗ്യം. അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് അനുഭവിക്കാനുള്ള നല്ലൊരു, എനിക്ക് സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയുന്നത്
ഒരു ദൈവാനുഗ്രഹമാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനുള്ള നല്ല അനുഗ്രഹം ദൈവം എനിക്കും നിങ്ങൾക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് തൻ്റെ ജനത്തെ അഭിസംബോധന ചെയ്ത് എങ്ങനെയെന്നറിയോ? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ എന്നാണ്. ആമേൻ. പൗലോസ് ശ്ലീഹ പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നല്ല, പൗലോസ് ശ്ലീഹ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ്? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ. ഇപ്പോൾ ഇവിടെ വചനം കേൾക്കാൻ ഈ സ്ഥലത്ത് വന്നവരോട് പൗലോസ് ശ്ലീഹ പറഞ്ഞ അതേ വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ വാക്ക് പറയാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. ഹല്ലേലൂയ. നിങ്ങൾ തളർന്നുകൊണ്ടിരിക്കുകയല്ല, നിങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പരാജയത്തിലേക്ക് കൂപ്പികുത്തിക്കൊണ്ടിരിക്കുകയല്ല, നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതൊരു അനുഗ്രഹമാണ്. ഇവിടെ വച്ച് നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നൊരു പുതുപുത്തൻ അനുഭവം നമുക്കുണ്ടാവും. ദൈവസഹായം ലഭിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഒരു വാക്ക് നിങ്ങളോട് പറയുകയാണ്. എന്നോടൊരാൾ ഒരു സ്വപ്നം പറഞ്ഞു. ഒരു സ്വപ്നം. പുതിയ നിയമത്തിലെ ജോസഫ് ഒരു സ്വപ്നം കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. സ്വപ്നം. എൻ്റെ ചെറിയൊരു ആമുഖം പറയുകയാണ്. അതിൻ്റെ ആ സ്വപ്നം കണ്ടിട്ട് അയാൾ പേടിക്കുകയാണ്. സ്വപ്നം കണ്ടതെന്നറിയാവോ? അദ്ദേഹം മരിക്കുന്നതാണ്. ഒരു വലിയ അപകടം ഉണ്ടാകുന്നു, അദ്ദേഹം മരിക്കുന്നു, അദ്ദേഹത്തെ അടക്കുന്നു. അപ്പോൾ അദ്ദേഹം ഭയങ്കരമായി ടെൻഷനായി. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പേടിക്കുന്ന ചില സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എനിക്ക് പേടി, എന്തോ അപകടം വരാനുണ്ട്, ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചു, പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവം തന്ന ഒരു ബോധ്യം ഞാൻ നിങ്ങളോട് പറയുവാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പേടിപ്പെടുന്നു, വണ്ടി വന്നിടിക്കുന്നു, വണ്ടി മറിഞ്ഞ് മരിക്കുന്നു, എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, ഒരു ശവമടക്ക് കാണുന്നു, ഒരു മരിച്ചവരെ അടക്കുന്ന ഒരു പെട്ടി ഞാൻ കണ്ടു, സ്വപ്നം കണ്ടു, എനിക്കിപ്പോൾ ആകെ അസ്വസ്ഥനാണ്. അതെന്തെന്നറിയാമോ? ഒരു ഉത്തരം പറയാം. ആരെങ്കിലും പേടിക്കുന്ന, മരണമോ, ഇടിക്കുന്നു, തകരുന്നു, നശിച്ചു പോകുന്നു സ്വപ്നം കണ്ടാൽ ഓർത്തോണം, ദൈവം നിന്നോട് പറഞ്ഞതാണ്, ഒരപകടം നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ആമേൻ. കേട്ടോ? അല്ലാതെ വേറെ ആരെങ്കിലും പറയുന്ന പോലെ വലിയ താമസമില്ലാണ്ട് നീ മരിച്ചു പോവും, അതാണ് സ്വപ്നത്തിൻ്റെ അർത്ഥമെന്നല്ല. എൻ്റെ ഉത്തരവാണ് ഞാൻ പറയുക. എനിക്ക് എൻ്റെ ബോധ്യത്തിൽ നിന്ന് കിട്ടുന്ന ഉത്തരം ഞാൻ പറയുവാണ്. ഇവിടെ കാണും ചിലർ അവർ കണ്ട സ്വപ്നങ്ങൾ ഓർത്ത് പേടിച്ചിരിക്കുക. സ്വപ്നം കണ്ട് മിക്കവാറും സ്വപ്നമൊക്കെ അതേപോലെ വരുമെന്നാണ് ചിലർ പറയുന്നത്. എപ്പോഴാണ് കണ്ടതെന്ന് ചോദിക്കും. വെളുപ്പാങ്കാലത്താണോ കുടുങ്ങി? നിങ്ങൾ 10 മണിക്ക് കണ്ടതാകട്ടെ, ഇനി ഉച്ചയ്ക്ക് ഉറങ്ങാൻ നേരത്ത് 2 മണിക്ക് കണ്ട സ്വപ്നമായിക്കോട്ടെ, ഇപ്പോൾ വചനം കേട്ടോണ്ടിരുന്ന് ഇവിടെ ഇരുന്ന് ഉറങ്ങുമ്പോൾ കണ്ടതായിക്കോട്ടെ, എവിടെ ഇരുന്ന് കണ്ടതായാലും രാത്രിക്കോ പകലോ സ്വപ്നം കണ്ടു, അയ്യോ വണ്ടി ഞാൻ ഇടിച്ച് തകർന്ന് കൊക്കയിലോട്ട് പോയി, സ്വപ്നം കണ്ട്. അങ്ങനെ ചില സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നവരുണ്ട്, കാറുന്നവരുണ്ട്, കരയുന്നവരുണ്ട്. എന്നറിയോ ദൈവം എന്നാ പറയുന്നറിയോ? ആ സ്വപ്നത്തിലൂടെ നിന്നോട് പറയുവാണ്, അല്ലെങ്കിൽ നിന്നോട് പറയുവാണ്, നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വലിയ ദുരിതവും ദുരന്തവും മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞതാണ്. ചില സ്വപ്നങ്ങൾ ദൈവം നമുക്ക് തരുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ്. പഴയ നിയമത്തിലെ ജോസഫ് ഒരു സ്വപ്നം കണ്ടു. ജോസഫ് പാടത്ത് കറ്റ കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോസഫ് കൊയ്തു വച്ച കറ്റകൾ നേരെ നിന്നുവെന്നും ബാക്കിയുള്ളവരുടെ കറ്റകളെല്ലാം ഇങ്ങനെ വളഞ്ഞ് താഴോട്ട് നിന്നുവെന്നും സഹോദരന്മാരുടെ സ്വപ്നം പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ പറഞ്ഞു വയ്ക്കുന്നത്? ഞങ്ങളെല്ലാം കൂടെ നിൻ്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കും. അത് സംഭവിക്കാൻ സാധ്യതയുള്ള നാളുകളിൽ അനുഗ്രഹമാകുമെന്ന് കാണിച്ചു തരുന്ന സ്വപ്നങ്ങളാണ്. നിങ്ങൾ നല്ല സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്, നിങ്ങൾ അത് നാളുകളിൽ നിങ്ങൾ എത്തിച്ചേരുന്ന കാര്യങ്ങളെ സ്വപ്നത്തിലൂടെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതാണ്.
ചില സ്വപ്നങ്ങൾ നമുക്കതുപോലെ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് വരും. അപകടങ്ങൾ നിറഞ്ഞ സ്വപ്നങ്ങൾ നമ്മൾ കണ്ടാൽ അത് ജീവിതത്തിൽ നിന്ന് ദൈവം മാറ്റിക്കളഞ്ഞിട്ടുണ്ടെന്ന് ദൈവം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതുമാണ്. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടി ഒരു സന്തോഷത്തോടെ പറയുവാണ്. നമ്മൾ ഈ പ്രശ്നത്തിലോ പ്രതിസന്ധിയിലോ തകർന്ന് തരിപ്പണമായ സമയത്തൊക്കെ ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ, കേൾക്കുന്നുണ്ടോ? നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പം ഒരാളോട് പറയുക, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ, പ്രാർത്ഥനയുള്ളൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ ദൈവം ഇടപെടും, ദൈവം പരിഹരിക്കുമെന്ന് പ്രാർത്ഥിച്ചൊരു മനുഷ്യൻ നിങ്ങളുടെ ചെവിയിൽ പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം എന്നറിയാമോ? സകലത്തെയും പരിഹരിക്കുന്നവൻ അത് ആ വ്യക്തിയെ കൊണ്ട് നിന്നോട് പറയിപ്പിച്ചതാണ്. പിടികിട്ടിയോ? പ്രാർത്ഥിക്കുന്ന ഒരാൾ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയുക, ധൈര്യമായിട്ടിരിക്കുക, ദൈവം ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയെ കൊണ്ട് ദൈവം പറയിപ്പിച്ചതാണ്. ഇവിടെ കൗൺസിലിങ്ങിന് പോകുമ്പോൾ, ദിവികാരന് കൗൺസിലിങ്ങിന് പോകുമ്പോൾ, എന്തെങ്കിലും ഇവിടെ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പം, അയ്യോ എന്നോടൊന്നും പറഞ്ഞില്ല, ദൈവം സഹായിക്കുന്നു മാത്രം, ദൈവം ഇടപെടുമെന്നേ പറഞ്ഞുള്ളൂ, ധൈര്യമായിട്ടിരിക്കാനേ പറഞ്ഞുള്ളൂ. അതെന്തിനാണ് ആ മനുഷ്യൻ പറഞ്ഞത്? അത് നിന്നെ കേൾപ്പിക്കാൻ ആ പ്രാർത്ഥനയുള്ള മനുഷ്യനെ കൊണ്ട് ദൈവം പറയിപ്പിച്ചതാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം പറയിപ്പിക്കുന്ന പലതും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവമായി മാറും, അനുഭവമായി മാറും. ഇനി ഈ വാക്യം എല്ലാവരും ഓർത്തേ. ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ, ദൈവത്തിന് നിങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റാൻ ഒരു മണിക്കൂർ പോലും വേണ്ട, ഒരു നിമിഷം മതി. ഹല്ലേലൂയ. ദൈവത്തിന് എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അധികം സമയം വേണ്ട, ഒരു നിമിഷം മതി. ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഒരു വഴി തുറക്കാൻ 2 മണിക്കൂർ വേണ്ട, 2 മിനിറ്റ് മതി, ഒരു നിമിഷം മതി. വിശ്വസിക്കുന്നു? എൻ്റെ എത്ര വലിയ പ്രശ്നമാകട്ടെ, ദൈവത്തിനത് പരിഹരിക്കാൻ ഒരു നിമിഷം മതി. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഒരാമുഖം പോലെ 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം. ഇത് വായിക്കുന്നത് സുപരിചിതമായൊരു ഭാഗമാണ്. ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ ഒരു നിമിഷം മതി. ഈ രോഗം സൗഖ്യമാകാൻ ഒരു നിമിഷം മതി. എന്തെല്ലാം പ്രയാസമുണ്ടോ, പ്രതിസന്ധിയുണ്ടോ, തടസ്സമുണ്ടോ, അത് മാറാൻ ഒരു നിമിഷം മതി. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കുവാണ്. ഹെസക്കിയ രോഗബാധിതനായി, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുമോ? ഒരു വലിയ പ്രശ്നം ദൈവം നിമിഷം നേരം കൊണ്ട് പരിഹരിച്ചു. ഒരു നിമിഷം മതി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ. ഹെസക്കിയ രോഗബാധിതനായി, രോഗം ബാധിച്ച് മരിക്കാറായി, മരണത്തോടടുത്തു എന്ന് പറഞ്ഞാൽ ഇനി 1 വർഷം ആയുസില്ല, അധികം താമസിക്കാതെ മരിച്ചു പോകുന്ന അവസ്ഥയായി. ശരീരം മുഴുവൻ രോഗം ബാധിച്ച് വയ്യാണ്ടായി. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാം, പുള്ളി വലിയ താമസമില്ലാണ്ട് മരിച്ചു പോകും, കണ്ടീഷൻ വളരെ മോശമാണ്, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളുക. അതുപോലൊരു സാഹചര്യമാണ്. രോഗബാധിതനായി മരണത്തോടടുത്തു. അപ്പോൾ ആമോസിന്റെ പുത്രൻ ഏശയ്യാ പ്രവാചകൻ അടുത്തു ചെന്നു പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുക. നീ മരിക്കും എന്ന് ഒരു പ്രവാചകൻ ആ കൂട്ടത്തിൽ വന്ന് പറയുകയും ചെയ്തു. ഉറപ്പായിട്ടും മരിക്കും. വലിയൊരു പ്രയാസമാണ്. പക്ഷെ ഇത് കേട്ടപ്പോൾ മരിച്ചവനെ പോലെ നിലത്ത് കിടന്ന് ഉരുളുന്ന ഒരാളെ കാണുന്നില്ല. നമ്മളൊക്കെ ഒരു വലിയ പ്രയാസം വരുമെന്നൊക്കെ കേട്ട അന്നേരം നിലത്ത് കിടന്ന് ചിലപ്പോൾ ഉരുളും. ഇവിടെ നമ്മൾ ഹെസക്കിയ പ്രശ്നമാണല്ലോ, മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കട്ടിലേ കിടന്ന് ഉരുളുന്നതോ വെപ്രാളപ്പെടുന്നതോ അല്ല കാണുന്നത്. എന്താ കാണുന്നത്? 2-ാമത്തെ വാക്യം. ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 4-ാമത്തെ വാക്യം. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ ഇതൊക്കെ നമുക്കറിയാം. 4-ാമത്തെ വാക്യം. കൊട്ടാരത്തിന്റെ അങ്കണം വിടുന്നതിന് മുൻപ് തന്നെ, മുറ്റത്തുനിന്ന് പുറത്തു കിടക്കുന്നതിന് മുമ്പ് ഏശയ്യായിക്ക്
കർത്താവിന്റെ അരുളപ്പാട്. ദൈവം ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ഹല്ലേലൂയ. ഈ അനുഗ്രഹം എന്ന പുണ്യഭൂമിയിൽ 365 ദിവസവും വചനം പറയുന്ന ഈ സ്ഥലത്ത് വന്ന് ഇതിൻ്റെ മുറ്റം വിട്ട് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിലും ഒരു ദൈവീക ഇടപെടൽ ഉണ്ടാകട്ടെ. ആ വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്. ഇതൊരാൾ എന്നോട് പറഞ്ഞു, അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കൊട്ടാരത്തിൻ്റെ അങ്കണ, ആ കൊട്ടാരത്തിൻ്റെ മിറ്റം കഴിഞ്ഞ ഗേറ്റ് വിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് മരണതുല്യമായൊരു വിഷയം ദൈവം പരിഹരിച്ചത് ഒരു നിമിഷം കൊണ്ടാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ ആലയത്തിൻ്റെ മുറ്റം വിട്ടു പോകുന്നതിന് മുമ്പ് നിങ്ങളും ദൈവത്താൽ ഇന്ന് കേൾക്കുന്ന വചനത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന വിശ്വസിക്കുക. ഇന്ന് കേൾക്കുന്ന വചനത്താൽ ഇവിടം വിട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ കുടുംബം എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നോക്കുന്ന ഒരു ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ എടുത്ത സമയം കൊട്ടാരത്തിൻ്റെ അങ്കണം വിട്ട് ഗേറ്റ് കടന്ന് പുറത്ത് കിടക്കുന്നതിന് മുമ്പ് ദൈവം അവിടെ ഇടപെട്ടു എന്നാണ്. പല ആളുകളുടെ അനുഭവമുണ്ട്. ഇവിടെ 7:10 എന്നെ കണ്ടയാൾ 10:10 സാക്ഷ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നു. 7:10 അവർ എന്നെ കാണാൻ വന്നത് ഒരു വലിയ വിഷയമായിട്ട്. അവരെല്ലാം വളരെ ഭയപ്പെട്ടിരിക്കുക. താഴെ ചായ കുടിക്കാനൊക്കെ പോയപ്പോൾ ഒരു ഫോൺ വന്ന് അതെടുത്ത് സംസാരിച്ചത് 10:15 സമയത്താണ് സാക്ഷ്യമായിട്ടത് മാറി. നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം ഏറ്റെടുത്ത അനുഭവം നിങ്ങൾക്കുണ്ടാവും. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ദൈവം ഏറ്റെടുത്തൊരു പ്രാർത്ഥനയാണ്, ദൈവം അംഗീകരിച്ചൊരു പ്രാർത്ഥനയാണ്, ദൈവം സ്നേഹിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഞാനൊരു വാക്യം വായിക്കുകയാണ്, അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 30-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ച്. സങ്കീർത്തനം 30-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവിടുന്ന് എൻ്റെ വിലാപത്തെ വിലാപം എന്ന് പറഞ്ഞാൽ സങ്കടം, കണ്ണുനീര്, വേദന, നിരാശ, എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. എന്താക്കി മാറ്റി? ആനന്ദ നൃത്തമാക്കി മാറ്റി. എന്നെ കൂടുതൽ കരയിപ്പിച്ചു എന്നല്ല, എന്നെ കുറെ കൂടി വേദനിപ്പിച്ചു എന്നല്ല, അവിടുന്ന് എൻ്റെ സങ്കടത്തെ, എൻ്റെ വിലാപത്തെ. എന്തിനെ ഓർത്താ വിലപിക്കുന്നേ? ചില ആൾക്കാർ നമ്മളെ കരയിപ്പിക്കുന്നവരാ. ചില മനുഷ്യരെ അവർ നമ്മളെ കരയിപ്പിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. ചില ആളുകൾ അങ്ങനെയാണ്, എങ്ങനെയും പുള്ളിരെ കരയിപ്പിക്കാനും ഡൗൺ ആക്കാനും നോക്കും. അങ്ങനെയും കാണും ചില വിഷയങ്ങൾ. ഓർത്തെ എഴുതിയിരിക്കുകയാണ്, അവിടുന്ന് എൻ്റെ മക്കളെ ഓർത്താണോ വിലപിക്കുന്നത്? സാമ്പത്തിക ഓർത്താണോ വിലപിക്കുന്നത്? ബൈബിൾ വചനം നിന്നോട് പറയുവാണ്, അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തം, ഞാൻ സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ ഇടയാക്കും. അടുത്തതോ, അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രം അഴിച്ച്. ഞാൻ വിലാപത്തിന്റെ ചാക്കുവസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നേ, ആ ചാക്കുവസ്ത്രത്തെ അഴിച്ച് ആനന്ദം, ആ സന്തോഷത്തെ അതിന് പകരം ഇട്ട് തന്നു. ഇതൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നടക്കും. ഇതൊരു സാക്ഷ്യമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. ഇതൊരാളുടെ സാക്ഷ്യമാണ്. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. പിന്നെയോ, അവിടുന്ന് എൻ്റെ ചാക്കുവസ്ത്രമായിട്ടോണ്ടിരുന്നേ, സങ്കടത്തിൻ്റെ ചാക്കുവസ്ത്രം ധരിച്ച് അത് ദൈവം ആ പട്ടൻ സഴിച്ചു മാറ്റിയിട്ട് ആനന്ദം, സമാധാനം, സന്തോഷം ഒരു വസ്ത്രം പോലെ പകരം ഇട്ട് തന്ന് എന്നെ ആനന്ദത്തിലെത്തിച്ചു. അതിപ്പോൾ ആരുടെ ജീവിതത്തിലെന്നറിയോ? പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ സങ്കീർത്തനം 30:11 സംഭവിച്ചിരിക്കും. ആ സാക്ഷ്യത്തിന് ഞാൻ വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഈ വചനത്തിൻ്റെ സാക്ഷ്യമാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ് ഈ ഡിസംബർ മാസം. അതായത് ഇത് വായിക്കുമ്പോൾ ഓർത്തെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചവരെ ദൈവം മറന്നു കളയുകയില്ല. നമ്മളിവിടെ വയനാട്ടിൽ വന്ന് ഈ സ്ഥലത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് ചിലപ്പോൾ നമ്മൾ 3 മാസം കഴിയുമ്പോൾ മറന്നു പോകും.
നമ്മൾ മറന്നു പോകും. നമ്മൾ പ്രാർത്ഥിച്ചത് എഴുതിയിട്ടതൊക്കെ പ്രാർത്ഥിച്ച നമ്മളെയും എഴുതിയിട്ട പ്രാർത്ഥനയെയും ദൈവം മറന്നു കളയുകയില്ല. പ്രാർത്ഥിച്ച നമ്മൾ മറന്നു പോയാൽ പോലും. ഹല്ലേലൂയ. വാക്യം വായിക്കുകയാണ്. ലൂക്കാസ് വിശേഷം 1-ാമത്തെ വാക്യം. ഹേറോദസ് യൂദാ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്നൊരു പുരോഹിതൻ ഉണ്ടായി. ഞാൻ ഈ വാക്യം പ്രസംഗിച്ചിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും. ഞാനിത് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഒരാളുടെ സങ്കടത്തെ മാറ്റി ദൈവം ആനന്ദം അണിയിച്ചു എന്ന് പറയാനാണ് ഇത്. ഈ സക്കറിയ എന്ന പുരോഹിതൻ ഒത്തിരി ആളൊരു പ്രീസ്റ്റാണ്, ആളൊരു പള്ളിയുടെ അച്ഛനാണ്, ഒരു പുരോഹിതനാണ്, എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ഒട്ടും സന്തോഷവാനല്ല. ഇദ്ദേഹത്തിന് ഒത്തിരി ദുഃഖങ്ങളുണ്ടായിരുന്നു. അത് ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലാവും. ഈ പുരോഹിതൻ്റെ സങ്കടത്തെ ദൈവം മാറ്റി ആനന്ദ നൃത്തം അണിയിച്ചു. അത് ഈ സാക്ഷ്യമോ, ഈ വചനത്തിലൂടെ സാക്ഷ്യം പറയുക. സക്കറിയ എന്നൊരു പ്രീസ്റ്റ്, ഒരു പുരോഹിതൻ, ഒരു പള്ളിയിലച്ഛൻ ഉണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. വിവാഹം കഴിച്ച് ജീവിക്കുന്ന പുരോഹിതനാണ്. ഈ പുരോഹിതൻ വിവാഹിതനാണ്. ആരുടെ മകളെയാ വിവാഹം ഈ പുരോഹിതൻ കഴിച്ചത് എന്ന് എഴുതിയിട്ടുണ്ട്. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട പെൺമക്കൾ എലിസബത്ത് എന്ന് പേരുള്ള മകളെയാണ് ഈ അച്ഛൻ കല്യാണം കഴിച്ചത്. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സക്കറിയ എന്ന പുരോഹിതന് ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം വിവാഹിതനാണ്. എലിസബത്തായിരുന്നു ഭാര്യ. ഇനി ഭർത്താവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ അവർ രണ്ടുപേരും, പുരോഹിതനായ ഭർത്താവും പുരോഹിതന്റെ ഭാര്യയും, അവർ രണ്ടുപേരും ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരും, ദൈവീക കാര്യങ്ങളിൽ മുന്നിൽ നിന്നവരാ. പ്രാർത്ഥിക്കുന്നവരായിരുന്നു, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരായിരുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരുന്നു. പക്ഷെ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. മക്കളില്ല. ഇതാണ് അവരുടെ ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ആ ദേശത്തുള്ള പലരും ചോദിക്കും, നിങ്ങൾ വലിയ പ്രാർത്ഥനക്കാരും പള്ളിയിലച്ഛനൊക്കെ അല്ലേ? നിങ്ങൾ വലിയ ആൾക്കാരാണല്ലോ, നിങ്ങളെല്ലാം പള്ളിയുടെ മെയിൻ സ്ഥലത്ത് നിൽക്കുന്നവർ, എന്നിട്ട് നിങ്ങൾക്ക് പോലും മക്കളില്ല. ഇത് ഈ പ്രീസ്റ്റിനെ, ഈ പുരോഹിതനെ സംബന്ധിച്ചോളം ഇത് വലിയൊരു വിഷയമാണ്. പള്ളി വരുന്നവർ ചോദിക്കും, പിള്ളേരായില്ലേ എന്ന് ചോദിക്കും. പല വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ പുരോഹിതൻ വലിയ ദുഃഖിതനായിരുന്നു. ഇവിടെ ഒരു പ്രീസ്റ്റാണ്, ഒരു പുരോഹിതനായി ഇങ്ങനെ ദുഃഖിതനെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും പല കാരണങ്ങളാൽ പല ദുഃഖത്തിൻ്റെ വിലാപത്തിൻ്റെ വസ്ത്രം ധരിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ആളുകളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കരയുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഞാൻ കാണുന്ന സമയം 5 മിനിറ്റ് പോലുമില്ല, അതിനിടയിൽ പോലും ചിലർ പറയാൻ പറ്റാതെ കരയുന്നവരുണ്ട്. അനേകർ നല്ല വിലയുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ ഒരു വിലാപ വസ്ത്രവും ധരിച്ചവരാ പലരും. ഒരുപാട് ഈ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുമ്പോൾ ചിലർ കരയുന്നത് അപ്പുറത്തിരുന്ന് കേൾക്കാൻ പറ്റും. എല്ലാവരും ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. പ്രാർത്ഥിക്കാതെ നമ്മളവിടെ സാധാരണ ഇത് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടോണ്ടായിരിക്കുന്നെങ്കിൽ അതിനിടയിൽ ചിലർ കരയുന്ന ഒച്ച കേൾക്കാൻ പറ്റും, അലറുന്ന ഒച്ച കേൾക്കാൻ പറ്റും, ഭയങ്കര സൗണ്ട് കേൾക്കാൻ പറ്റും. ഒപ്പത്തിൽ ചുമ്മാ പാട്ട് പാടുമ്പോൾ കൂടെ പാടുന്നവരുടെ ശബ്ദമെല്ലാം അങ്ങനെ ഒഴുക്കിനൊത്തു പോകും. അതിനിടയിൽ ചിലർ പൊട്ടിക്കരയുന്നതും അലറിക്കാറുന്നതും കേൾക്കാൻ പറ്റും. പലർക്കും സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായ വിഷയങ്ങളുണ്ട്. വചനം കേട്ടോ, അവിടുന്ന് നിന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റും. സംഭവിക്കട്ടെ, ഇന്ന് സംഭവിക്കും. ഈ പ്രാർത്ഥിച്ച് സംഭവിക്കും. എഴുതിയിട്ടുണ്ട്, ഈ പുരോഹിതൻ ഭയങ്കര ദുഃഖിതനാ. കാരണം അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇനി മക്കളുണ്ടാകാൻ സാധ്യതയില്ല, വന്ധ്യയായിരുന്നു എഴുതിയിട്ടുണ്ട്. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. കൃത്യ കാരണം എഴുതിയിട്ടുണ്ട്. ഏജ് എല്ലാം കഴിഞ്ഞു പോയി, ഏജ് ഓവറായി, ഇനി മക്കളുണ്ടാകാൻ സാധ്യതയില്ല. അതിന് പറ്റിയ ശരീരമോ മനസ്സോ അല്ല ഇപ്പോൾ ഉള്ളത്. ഇനി പ്രതീക്ഷയ്ക്ക് ഒരു വഴിയുമില്ല. പക്ഷെ അവിടെ ഒരു വാക്ക് എഴുതിയിട്ട് അടുത്ത ഭാഗം വായിച്ചേ.
തന്റെ ഗണത്തിന്, 8ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ഇത്രയും പ്രശ്നങ്ങൾ ഒരു സൈഡിൽ ഉള്ളപ്പോഴും തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ. അപ്പോൾ പ്രാർത്ഥനയൊന്നും നിർത്തിയിട്ടില്ല. ആ വാക്ക് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ്? തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ട ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ. അങ്ങനെ എഴുതി വച്ചിരിക്കുക, നടത്തി വരവേ എന്ന് എഴുതി കോമ ഇട്ടിരിക്കുക. നടത്തി വരവേ എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്ത സാഹചര്യവും സങ്കടങ്ങളും പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്ത സമയത്തും ദൈവ ശുശ്രൂഷയോ പ്രാർത്ഥനയോ ഇവർ നിർത്തിയിരുന്നില്ല. നമ്മളൊക്കെ ഒരു വിഷയം കാര്യങ്ങൾ ഭംഗിയായി നടന്നില്ലെങ്കിൽ പ്രാർത്ഥന നിർത്തും, ദൈവിക കാര്യങ്ങൾ അവസാനിപ്പിക്കും. ഇത് കേട്ടിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് മടക്കി വെച്ച് വേറെ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പോയി. ഇനി ഞാൻ വിശ്വസിക്കത്തില്ല, ഇനി എന്നോട് പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞേക്കരുത്, എന്നോട് പള്ളി വരാൻ എന്നെ ഉപദേശിച്ചേക്കരുത്, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചോട്ടെ, എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുവാണ് എന്ന് പറയും. ഇവിടെ കണ്ടുപഠിക്കണം. ആളൊരു പ്രീസ്റ്റാ, ആളൊരു പുരോഹിതനാണ്, വിവാഹിതനാണ്, പിള്ളേരില്ല, പലരും പല ചോദ്യങ്ങളും ചോദിച്ച് എന്തൊക്കെയുണ്ടെങ്കിൽ എഴുതിയിട്ടുള്ളതുണ്ട്. ശുശ്രൂഷ നടത്തി വരവേ, പ്രാർത്ഥന പ്രാർത്ഥന ഉപേക്ഷിച്ചിട്ടില്ല. ആ ബന്ധം, ദൈവത്തോടുള്ള ബന്ധം ഈ മനുഷ്യൻ കളഞ്ഞിട്ടില്ല, ഈ പ്രീസ്റ്റ് കളഞ്ഞിട്ടില്ല. ഇവിടെയാണ് ചില അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്, ചില വഴിത്തിരിവുകൾ ഉണ്ടാവുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ഒരു സൈഡിൽ 100 പ്രശ്നങ്ങളുണ്ട്, എന്നിട്ടും പ്രാർത്ഥന നിർത്തിയിട്ടില്ല. പലരും പറഞ്ഞു പ്രാർത്ഥനയൊക്കെ നിർത്ത്, ഈ വചനമൊക്കെ കേൾക്കുക നിർത്ത്, ഈ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത് എന്നിട്ടും വീണ്ടും ദാഹത്തോടെ കൊതിയുള്ള മനസ്സോടെ വീണ്ടും പ്രാർത്ഥിക്കുന്നവരാണ് ഇതിനകത്തിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ. ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധിപ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച്. എവിടെ പ്രവേശിച്ചു? ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് പ്രവേശിച്ചു. നിങ്ങളും അങ്ങനെ ഒരു സ്ഥലത്താണ് പ്രവേശിച്ചിരിക്കുന്നേ. സത്യമായിട്ടും ഈ സ്ഥലം ചെറുതാണെങ്കിലും നിങ്ങൾ ദൂരെ നിന്ന് യാത്ര ചെയ്ത് സക്കറിയ പ്രവേശിച്ചതുപോലെ ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് കാലെടുത്ത് വെച്ച് പ്രവേശിച്ച് ഈ കസേരയിലോ നിലത്തോ നിൽക്കുകയോ ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് പ്രവേശിച്ചു. ഇതുപോലെ സക്കറിയായും പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണം നടത്താൻ സക്കറിയായ്ക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടായി. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയ സമയത്ത് 10ാമത്തെ വാക്യം, ധൂപാർപ്പണ സമയത്ത്. ആ സമയം വളരെ, ഇന്നലെ ഞാൻ വന്നവരോട് പറഞ്ഞൊരു സമയത്തെക്കുറിച്ച്. ബൈബിളിൽ സമയം എന്ന വാക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ടൗണിൽ പച്ചക്കറി മേടിക്കാൻ പോയ സമയത്തെന്നല്ല, മാർക്കറ്റിൽ പോയ സമയത്തെന്നല്ല, ഞാനൊരു ഫിലിം കാണാൻ പോയ സമയത്തെന്നല്ല, ഫുഡ് കഴിക്കാൻ പോയ സമയത്തെന്നല്ല, ഞാൻ ടൂറ് പോയ സമയത്തെന്നല്ല. പ്രാർത്ഥന ഉയർത്താൻ ധൂപാർപ്പണ സമയത്ത്, ആ ടൈമിൽ സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു കൂട്ടം ആളുകൾ അപ്പുറ സൈഡിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പുരോഹിതൻ ധൂപാർപ്പണം നടത്തുന്ന സമയത്ത്, ആ ടൈമിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ഇടപെട്ടു. 11ാമത്തെ വാക്യം എപ്പോഴാ 11ാമത്തെ വാക്യം വായിച്ച്, അപ്പോൾ മാർക്കറ്റിൽ പോയ സമയത്തെന്നല്ല, പച്ചക്കറി മേടിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, അല്ലെങ്കിൽ ടൂറ് എല്ലാവരുടെയും കൂടെ ഒരു ഔട്ടിങ് പോയ സമയത്തെന്നല്ല, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ ചോദിക്കുവാണ്, എപ്പോൾ? ധൂപാർപ്പണ സമയത്ത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവം ഇടപെടുന്നത്? ഒരുപക്ഷെ എല്ലാം യാദൃശ്ചികമായി തോന്നാം. ഒരുപക്ഷെ പാട്ടുകാരൻ പറയുക, എല്ലാവരും ചേർന്ന് ആ പാടുന്ന സമയത്ത്. അപ്പോൾ ഒരുപക്ഷെ എല്ലാവരും പറയും, നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമെന്ന് പറയുമ്പോൾ ആ കരം എളിമയോടെ ആ വാക്ക് കേട്ട് കരം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ താഴെ നിയോഗം എഴുതി, പിന്നെ ഒരു കടലാസിൽ ഇങ്ങനെ പ്രാർത്ഥന എഴുതി കൊടുത്താൽ വല്ലതും നടക്കുമോ അങ്ങനെ സംശയിക്കുമ്പോഴല്ല, ഉറച്ച് വിശ്വസിക്കുമ്പോൾ ആ പ്രാർത്ഥന എഴുതി ആ ബോക്സിൽ ഞാൻ സമർപ്പിക്കുമ്പോൾ, അതാ എഴുതിയിട്ടുള്ളത്, ധൂപാർപ്പണ സമയത്ത്. അല്ലെങ്കിൽ ഒരാൾ പ്രാർത്ഥനയുള്ള മനുഷ്യൻ നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആ സമയത്തിന് പ്രത്യേകത അതാ എഴുതിയിട്ടുള്ളത്, ധൂപാർപ്പണ സമയത്ത്. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി ദൈവം അയച്ച ദൂതൻ അടുത്തു നിൽക്കുന്നത് അവൻ അനുഭവപ്പെട്ടു.
ദൈവം ഇവിടെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞില്ലേ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച ചില നല്ല അനുഭവമായിട്ട് വേണം ഇവിടുന്ന് മടങ്ങിപ്പോകാൻ. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുന്നേക്കാൾ വലിയ കാര്യമാണ് ഉറച്ച് വിശ്വസിക്കുന്നു. ഇവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് അലറി ഒച്ചത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടുമാണ്. ഉറച്ചുള്ള വിശ്വാസം. അവിടെ എഴുതിയിട്ടുള്ള വാക്ക് കണ്ടോ, സമയം, ധൂപാർപ്പണ സമയത്ത്. എല്ലാത്തിനും പിറുപിറുത്തോണ്ട് കുറ്റം പറഞ്ഞ് വിമർശിച്ചോണ്ട് ഇതൊന്നും നടക്കത്തില്ല, ഇതൊന്നും സംഭവിക്കത്തില്ല, എൻ്റെ കാര്യം പണ്ടേ എനിക്ക് ഭാഗ്യദോഷമുള്ളതാണെന്നും പറഞ്ഞ് സ്വയം ശപിച്ചുകൊണ്ടോ പ്രാഗിക്കൊണ്ടോ ഇരിക്കുന്ന സമയത്തല്ല, ഒരു സൈഡിൽ പ്രശ്നമുള്ളപ്പോഴും ധൂപാർപ്പണം നടത്തുന്ന സമയത്ത്, ആ സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, നിങ്ങളിവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ആമേൻ പറഞ്ഞു ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന ഈ സമയത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തുള്ള സകല കെട്ടപ്പെട്ട അവസ്ഥകളും മാറി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന സമയം. പ്രാർത്ഥിക്കുന്ന ഈ സമയം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ്. ഇത് നിങ്ങളുടെ മേലൊരു വഴിത്തിരിവുണ്ടാകുന്ന സമയമാണ്. ഇതൊരു അനുഗ്രഹത്തിന്റെ പുതിയ ചുവടുവയ്പ്പാണ്. ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? നിങ്ങൾക്കിത് മനസ്സിലായോ? ഒരു പുരോഹിതൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനാവും അമ്മയാവും സഹോദരൻ സഹോദരി യുവാവ് യുവതി പിള്ളേർ ആരുമായി ഈ സമയത്താണ് ചില ദൈവപ്രവൃത്തികൾ നിങ്ങളിൽ സംഭവിക്കുന്നത്. ഞാനങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ല, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ഇടപെടുന്നത്. ഇപ്പോൾ ഇവരൊരു വാക്ക് പറഞ്ഞില്ലേ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന അവിടെ വന്ന് ദൈവം അയച്ച ഒരാൾ. അവിടെ എനിക്ക് ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൊക്കെ ഞാൻ വചനം ഒരുങ്ങുന്ന സമയത്ത് ദൈവം അടുത്ത് വന്ന് നിന്ന് പറയുന്ന ചില സമയത്ത് എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ മുറിയിൽ ആരോ ഉള്ള പോലെ, അടുത്താരോ നിൽക്കുന്ന പോലെ. ചിലപ്പോൾ നമുക്കത് ഭയം തോന്നും, ചിലപ്പോൾ നമുക്ക് സന്തോഷം തോന്നും. അത് എല്ലാ ദിവസവും വചനം പറയാൻ ഒരുങ്ങുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ചില സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത് ചില സമയത്ത് ദൈവത്തിൻ്റെ ഒരു സഹായം അടുത്ത് നിൽക്കുന്നത് അനുഭവിച്ചിട്ടുണ്ട്. ഇത് സക്രിയയുടെ മാത്രം അനുഭവമല്ല, ഇവിടെ നിൽക്കുന്ന നിങ്ങളും ചിലപ്പോൾ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. ഹല്ലേലൂയ. ഒരനുഭവം ഉണ്ടായി. അപ്പോൾ ഈ ആൾക്ക് ഭയങ്കര പേടിയുണ്ടായി. 12-ാമത്തെ വാക്യം, അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. 13-ാമത്തെ വാക്യം, ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട. അടുത്ത ഭാഗം നോക്കിക്കേ, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇത് നമ്മുടെ സാക്ഷ്യമാണ്. ഇങ്ങനെയാണ് സക്കറിയായുടെ വിലാപം മാറ്റി ദൈവം ആനന്ദം അണിയിച്ചത്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, പ്രാർത്ഥനയ്ക്കുത്തരമായി ദൈവം നിനക്ക് തരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് ജീവിതമായാലും ജോലിയായാലും ശുശ്രൂഷയായാലും വാഹനമായാലും സ്ഥലമായാലും വീടായാലും മാർക്കായാലും എന്തായാലും പ്രാർത്ഥനയ്ക്കുത്തരമായി ദൈവം നിങ്ങളുടെ കയ്യിൽ തരുന്നത് ആവറേജ് ആയിരിക്കില്ല. ഏറ്റവും ബെസ്റ്റായ ഒരു കാര്യം, ഏറ്റവും നല്ലതായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കണം, ദൈവം എനിക്ക് ഏറ്റവും നല്ലത് തരും. ചിലതൊക്കെ പറയില്ലേ, അത് മാറിപ്പോയല്ലോ, അത് കിട്ടിയില്ലല്ലോ. എന്തോ ഏറ്റവും നല്ലതിനെ ദൈവം നിന്റെ കയ്യിൽ തരും. ഏറ്റവും ബെസ്റ്റായത്. ഹല്ലേലൂയ. അയ്യോ, ആ കല്യാണം അങ്ങ് അടുത്ത് വന്ന് മാറിപ്പോയല്ലോ, വിഷമിക്കണ്ടെന്നേ. നോർമലായ ദുഃഖം മതി. അതിനേക്കാൾ നല്ലതിനെ ദൈവം ചേർത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. ചില ബുദ്ധിമുട്ടുള്ള കാര്യമായാലും നിയോഗമില്ലാത്തതിനോട് എത്രയും വേഗം ഗുഡ് ബൈ പറയുക. ചില ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല, ചില ഭാരവാ മനസ്സിന്.
പക്ഷെ മനസ്സിലാകുമ്പം വേഗത്തിൽ അതിനോട് ബായ്, കാണാം, ഗുഡ് ബൈ വേഗത്തിൽ പറയുക. അത് പിന്നീട് ഭയങ്കര അനുഗ്രഹമായിരിക്കും. ദൈവം നിനക്ക് നൽകുന്നത് ഏറ്റവും പറഞ്ഞ് നല്ലതായിരിക്കും. ഇപ്പം വീടില്ലേ, ലോണ് കിട്ടുന്നില്ലേ, ശരിയാകുന്നില്ലേ, ഏറ്റവും നല്ലത്. ആമേൻ, വിശ്വസിക്കുന്നു. 10 പേര് അതിലെ പലരും ചോദിക്കും, ഇതെവിടെ നിന്ന് കിട്ടി, ഇതെങ്ങനെ ശരിയായി? അതിനവർ ചോദിക്കാൻ കാരണം എന്നറിയോ? ഏറ്റവും നല്ലതാണെന്ന് പലർക്കും തോന്നിയോണ്ടാണ്. ഹല്ലേലൂയ. അത്ഭുതത്തോടെ ചോദിക്കും, നിനക്കെങ്ങനെ ഇത് ശരിയായത്? ആ ജോലി എങ്ങനെയാണ് കിട്ടിയത്? നിൻ്റെ കൊച്ചെങ്ങനെയാണ് ആ സ്ഥലത്ത് ആ കമ്പനി കിട്ടിയത്? ദൈവം നിനക്ക് തരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ആമേൻ. സക്കറിയ പ്രാർത്ഥിച്ചിട്ട് പുരോഹിതനൊരു മകനെ കൊടുത്തു, ഏറ്റവും നല്ലൊരാളെ. താഴെ വായിക്കുവാണ്, നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ഇനി ജനിക്കും. പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി വരുവാണ്, നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് നീ ഒരു ആൺകുഞ്ഞിനെ കയ്യിലെടുക്കും. ഹല്ലേലൂയ. ഇനി നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല സക്കറിയ എന്ന പ്രീസ്റ്റ്. നടക്കത്തില്ല, പ്രായമൊക്കെ കഴിഞ്ഞു പോയി, ഏജ് ഓവറായി, എന്നെ നടക്കാനാ, ഒന്നും നടക്കൂല എന്ന് ചിന്തിച്ച കാര്യത്തിൽ പറയുവാണ്, നിന്റെ ഭാര്യ എലിസബത്തിൽ ഒരു കുഞ്ഞു ജനിക്കും, അനുഗ്രഹമുള്ളൊരു കുഞ്ഞിനെ നീ കയ്യിലെടുക്കും. എന്നാ പറഞ്ഞേ, നിനക്കൊരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. കൊച്ച് ജനിക്കാൻ പോകുന്ന കൊച്ച് സക്കറിയ എന്ന പുരോഹിതൻ്റെ ഭാര്യയുടെ ഉദരത്തിനകത്ത്, ഗർഭപാത്രത്തിനകത്ത് മൈന്യൂട്ട് സെക്കൻഡിൽ പോലും ഉണ്ടായിട്ടില്ല. ഇത് സംഭവം ഈ ഒരു കാര്യം എലിസബത്തിൻ്റെ ഉദരത്തിൽ, ഗർഭപാത്രത്തിൽ മൈന്യൂട്ട് സെക്കൻഡ് സംഭവിച്ചിട്ടില്ല. അപ്പോഴവിടെ കൊച്ചിൻ്റെ പേരിട്ട് കഴിഞ്ഞു. ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് അറിഞ്ഞിട്ടല്ലേ പേരൊക്കെ ഇടുന്നത്. ഇവിടെ പ്രവാചകൻ പ്രാർത്ഥനയ്ക്ക് മറുപടി പറയുക, ദൈവത്തിൻ്റെ ദൂതൻ, നിനക്കൊരു ജനിക്കുന്നതൊരു ആൺകുഞ്ഞായിരിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. 2 പേരുടെ പേരാണ് മനുഷ്യന്മാരിടാത്ത പേര്. സ്വർഗ്ഗം നേരിട്ടിട്ട 2 പേരുണ്ട്. ആരുടെയൊക്കെയാണ്? യേശു എന്ന പേര് മനുഷ്യന്മാരല്ല, മനുഷ്യർ കൂടി ആലോചിച്ചിട്ട പേരല്ല, അത് ദൈവമിട്ട പേരാണ്. ഈ യോഹന്നാൻ എന്ന പേര് കുടുംബക്കാരെല്ലാം കൂടെ പിള്ളേ കൊച്ചിനെന്നാ പേരിടണമെന്ന് ആലോചിച്ച്, നമ്മുടെയൊക്കെ പേരുകൾ പലർ ആലോചിച്ചിട്ട പേരുകളാണ്. ഈ പേര് ആരിട്ടതാണ്? ദൈവം 2 പേരുടെ പേരുകളായിട്ട്. ഒരാളുടെ പേര്, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഇനി ആ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറയാൻ കാരണം 14-ാമത്തെ വാക്യമാണ്, നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. ആരിലൂടെ? പ്രാർത്ഥനയ്ക്കുത്തരമായി നിനക്കൊരു മകൻ ജനിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ആ കൊച്ചു നിനക്ക് തലവേദനയായിരിക്കില്ല, ആ മകൻ നിനക്ക് നാട്ടുകാർക്ക് മുഴുവൻ ബുദ്ധിമുട്ടാകുന്ന ഒരാളായിരിക്കില്ല. ആ മകനിലൂടെ നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. ആരിലൂടെ? ഇതിങ്ങനെ ഒരു മക്കൾ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ കാരണമുള്ളൂ. എന്താ? അപ്പനും അമ്മയും ദൈവസന്നിധിയിൽ നിൽക്കുന്നവരായിരുന്നു എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പനും അമ്മയും എന്ത് പള്ളി, എന്ത് പ്രാർത്ഥന, എന്ത് ആരാധന, എന്ത് ധ്യാനം, എന്ത് ശുശ്രൂഷ, ചുമ്മാ ഒച്ചപ്പാടും ബഹളവും ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാന്ന് പറയുന്നവരല്ല, ശുശ്രൂഷ ചെയ്തിരുന്നവരാ, പ്രാർത്ഥിച്ചിരുന്നവരാ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരുന്നവരാണ്. ഇപ്പോൾ അവരിലൂടെയാണ് അവർക്കുണ്ടായ മക്കളിപ്പോൾ ആരായി? മാതാപിതാക്കൾ അപ്പനോട് പറയുക, നിനക്കൊരു മകൻ ജനിക്കുമ്പോൾ അവൻ നിനക്ക് ആനന്ദമായിരിക്കും, നിനക്ക് സന്തുഷ്ടിയായിരിക്കും. അത് ഭയങ്കര. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ദൈവം നിനക്ക് തന്ന മകൻ ഏറ്റവും ബെസ്റ്റായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. നല്ല അനുഗ്രഹമുള്ള തലമുറയെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ആമേൻ. ആമേൻ. നല്ല തലമുറയെ, നല്ല മക്കളെ നിങ്ങൾക്ക് മകനെ മകളെ ഓർത്ത് ആനന്ദിക്കാനിടയാകുന്ന തരത്തിൽ അനുഗ്രഹമുള്ള പിള്ളേര്, മക്കൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ അവർ വളർന്നു വരട്ടെ. വിശ്വസിക്കുന്നു. വലിയ കാര്യമാണ്. ഇന്ന് മക്കളെ കൊണ്ടാണ് ഒത്തിരി ഭാരമുള്ളത്. മലയാറ്റൂര് 2 ദിവസം മുമ്പല്ലേ നമ്മൾ വായിച്ച്, ഇന്നലേക്കല്ലേ വാർത്ത കഴിഞ്ഞുള്ളൂ.
10-18 വയസ്സായ ഒരു കൊച്ചിനെ അവൾ ഇഷ്ടപ്പെട്ടതോ ഒരാളെ തലക്കിടിച്ച് പരിക്കേൽപ്പിച്ച് ചതച്ച് കൊന്ന് പറമ്പിൽ കിടന്നു 2 ദിവസം. ആ കൊച്ചിനെ ഓർത്ത് ഇന്ന് എന്ത് ദുഃഖമായിരിക്കും ആ വീട്ടിൽ, ആ നാട്ടിൽ, ആ ബന്ധുക്കളിൽ. വാർത്ത വായിക്കുന്ന ആൾ പറയുവാണ്, നല്ല മിടുക്കിയായൊരു പെൺകുട്ടിയായിരുന്നു, ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു അവൾക്ക് എന്നെല്ലാം പറഞ്ഞു. ഒന്നുമല്ലാത്ത വെറുതെക്കാർക്ക് പോലും സങ്കടം തോന്നും ഇതെല്ലാം കാണുമ്പം. ആ കൊച്ചിനെ ഓർത്ത് തീരാ ദുഃഖമാ. ഇന്ന് നാടിനുള്ളത് ഇതിന് 1000 ഇരട്ടി ദുഃഖമായിരിക്കും ആ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ കുടുംബം തകർന്നു പോകാതിരിക്കാൻ, അവരുടെ മനോനില തെറ്റിപ്പോകാതിരിക്കാൻ. സങ്കടം നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ നമ്മൾ ഇന്നലെ ഓർത്ത് പ്രാർത്ഥിച്ചു. അത് ഞാൻ അറിയുന്നവരൊന്നും അല്ല. പക്ഷെ ആ സങ്കടത്തിൽ ഒരാളുടെ സങ്കടം എല്ലാവരുടെയും സങ്കടമാണ്. ഒരാളുടെ വിഷമം നമ്മുടെയും വിഷമമാണ്. നമ്മുടെ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ഒരു സങ്കടം നമ്മുടെയും കൂടെ സങ്കടമാണ്. നമ്മളവരെ കണ്ട് ബന്ധുക്കളോ മിത്രങ്ങളോ അല്ലെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രാർത്ഥനയുള്ള അപ്പനും അമ്മയ്ക്കും സക്കറിയായ്ക്കും എലിസബത്തിനോടും പറയുക, പ്രാർത്ഥിച്ച് ദൈവം തരുന്ന നിങ്ങളുടെ മകൻ ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാവും. അടുത്തതോ, അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. അവൻ ജനിക്കുമ്പോൾ ഒത്തിരി പേര് സന്തോഷിക്കും. 15-ാമത്തെ വാക്യം വായിച്ചേ. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്ന ഉത്തരം ഏറ്റവും ബെസ്റ്റായിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഏറ്റവും ബെസ്റ്റായിരിക്കും. അതും മക്കളായാലും വീടായാലും ജോലിയായാലും ശുശ്രൂഷയായാലും. ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, എത്രയോ ഏറ്റവും നല്ല ശുശ്രൂഷകൾ എനിക്ക് ദൈവം തന്നു എന്നറിയോ? കുറച്ച് നാളുകൾ കൊണ്ട് ശുശ്രൂഷകളെ. ഞാൻ വലിയ പഠിപ്പുള്ള ആളൊന്നുമല്ല. എന്നേക്കാൾ പഠിപ്പുള്ളവരോട് ഇരിപ്പുണ്ട്. ഞാൻ എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവരുടെ അടുത്തൊക്കെ പോയി പ്രസംഗിച്ചു. രൂപതയെ നയിക്കുന്ന ബിഷപ്പുമാർ, VG, ചാൻസലർമാർ, വലിയ വലിയ പദവിയിൽ ഇരിക്കുന്നവർ കയറിൽ ഇരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുകയാണ്. അവിടെ 4 വിദ്യാഭ്യാസം എനിക്കില്ല. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയുണ്ട് ഈ വാക്ക്, പ്രാർത്ഥനയ്ക്കുത്തരം ദൈവം തരുന്നത്. ശുശ്രൂഷ ആയാലും ജീവിതമായാലും ബന്ധമായാലും ജോലിയായാലും വണ്ടിയായാലും സ്ഥലമായാലും ഏറ്റവും ബെസ്റ്റായിരിക്കും, ഏറ്റവും നല്ലതായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി ചെറുപ്പക്കാർ, യുവതിയുവാക്കളുണ്ട്. നിങ്ങളോട് പറയുവാണ്, നിങ്ങളുടെ അതേ പ്രായമുള്ളവർ ചിലപ്പോൾ പ്രാർത്ഥനയും ഭക്തിയൊന്നും ഇല്ലാത്തവരായിരിക്കും. പള്ളിയിൽ പോകുന്ന നമ്മളെ, ധ്യാനിക്കാൻ പോകുന്ന നമ്മളെ കളിയാക്കുമായിരിക്കും അവരുടെ തൊഴിൽ. എന്നാലും നിങ്ങളോട് ഞാൻ പറയാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ചിലത് ദൈവം തരുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കും. ഏറ്റവും നല്ലത് വിശ്വസിച്ച് ആ കരമൊന്ന് ഹൃദയത്തിൽ വെച്ച് പറയും, ഏറ്റവും നല്ലതിനെ ദൈവം എനിക്ക് തരും. ഏറ്റവും നല്ലത് ദൈവം എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും നല്ല ഒരു ജീവിതം എനിക്ക് ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും നല്ല ഒരു ജോലിയും വിദ്യാഭ്യാസവും ദൈവം എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഏറ്റവും നല്ല ഒരു വീട് എനിക്ക് ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും നല്ലത് അത് എഴുതിയിട്ടുള്ളത്, അവൻ ദൈവസന്നിധിയിൽ വലിയവനായിരിക്കും. വലിയവനാകാൻ എന്താ കാരണം? കൊച്ചു ജനിച്ചിട്ടില്ല. കൊച്ച് പുരോഹിതന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ മൈന്യൂട്ട് സെക്കൻഡിൽ ഉണ്ടായിട്ടില്ല. അപ്പോഴേ ദൈവദൂതൻ പറയുക, ജനിക്കാൻ പോകുന്ന കൊച്ച് ജനിച്ചു കഴിയുമ്പോൾ അവൻ വലിയവനായിരിക്കും. പലരും അവരെ ശ്രദ്ധിക്കും, പലരും അവരെ ബഹുമാനിക്കും. മാതാപിതാക്കളോടാണ് പറയുന്നത്, നല്ല തിരക്കുണ്ട് നിങ്ങൾക്ക്, പകൽ സമയമാണ്, വൈകുന്നേരമാണെങ്കിൽ കുറേ കൂടെ സമയം ഫ്രീ ആണെന്നൊക്കെ പറയും. പിള്ളേരുടെ പരീക്ഷ, വയനാടിനെ സംബന്ധിച്ച് കാപ്പി പറിക്കുന്ന സമയമാണ്, മുളക് പറിക്കാറാകുന്ന സമയമാണ്. നല്ല തിരക്കുള്ള സമയത്തും ആളുകൾ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാൻ വരുന്നവരോടാണ് പറയുന്നത്. പ്രാർത്ഥിക്കുന്നവരോടാണ്, ദൂരെ നിന്ന് വന്നവരോട്. അമേരിക്കയിൽ നിന്ന് വരെ വന്നവരുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് വന്നവരിനകത്ത് ഇരിപ്പുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് വന്ന് ക്ഷീണം മാറുന്നതിന് മുമ്പ് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നവരുണ്ട്. ബുധനാഴ്ച വന്ന് താഴെ റൂമെടുത്ത് താമസിച്ചവരുണ്ട്. എല്ലാവരോടും പറയുന്നത്, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ദൈവം തരുന്നത് ഏറ്റവും ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വലിയവരായി മാറും ദൈവാനുഗ്രഹത്താൽ. അടുത്ത ഭാഗം, വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ. അപ്പോൾ അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വീഞ്ഞും ലഹരിയും ഇപ്പോഴല്ല, അന്നും ഉണ്ടായിരുന്നു. എഴുതിയിട്ടുണ്ട്, വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. കുടിക്കത്തില്ലെന്ന്.
അതെങ്ങനെ ദൈവം അറിഞ്ഞ് കുടിക്കത്തില്ലെന്ന്? അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ഏറ്റവും ബെസ്റ്റായ ഒരു മകനെയാണ് ദൈവം കൊടുക്കാൻ പോകുന്നതെന്നാ. ആമേൻ. ഏറ്റവും ഒരു ദോഷവും വരത്തില്ലാത്ത അനുഗ്രഹമുള്ളൊരു കുഞ്ഞിനെയാണ് നിനക്ക് തരാൻ പോകുന്നതെന്ന്. വീഞ്ഞും ലഹരി അന്നുണ്ട്, ലഹരിയുണ്ട്, പാനീയമുണ്ട്, എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അവൻ കുടിക്കത്തില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ലഹരി ഉപയോഗിക്കാത്ത, കൺമുമ്പിലുണ്ട്, കോളേജിലുണ്ട്, സ്കൂളിലുണ്ട്, പട്ടണത്തിലുണ്ട്, തരാനുണ്ട്, വീട്ടിൽ വന്ന് തരാൻ ആളുണ്ട്, കൊണ്ടുവന്ന് കൊടുക്കാൻ ആളുണ്ട്, മുറി കൊണ്ട് വെക്കാൻ ആളുണ്ട്. ഒന്ന് മൂളിയാൽ മതി, സംഭവം വരും. പക്ഷേ വേണ്ട. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിക്കാത്ത അനുഗ്രഹമുള്ളൊരു തലമുറ എഴുന്നേറ്റ് വരണം. മാതാപിതാക്കൾക്ക് അങ്ങനെ അത് കാണാൻ ഭാഗ്യം. എത്ര മാതാപിതാക്കളാണ് പേടിക്കുന്നത്? കോളേജിൽ പഠിക്കുന്ന എൻ്റെ കുഞ്ഞ് മദ്യവും മയക്കുമരുന്ന് ലഹരിക്കോ അടിമപ്പെട്ടു പോകുമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മദ്യത്തിലോ മയക്കുമരുന്നിലോ ലഹരിക്കോ അടിമപ്പെട്ടു പോകല്ലോ. ആരുടെ കൊച്ചിനായി ഭാഗ്യം ഉണ്ടായേ? ദൈവസന്നിധിയിൽ പുരോഹിതനായി, പുരോഹിതൻ്റെ ഭാര്യയായി നിന്ന സക്കറിയ എലിസബത്ത് പ്രാർത്ഥനയുള്ള അപ്പനോടും അമ്മയോടും പറയുക, നിങ്ങളുടെ മക്കൾ മദ്യമോ ലഹരി പാനീയങ്ങളോ കുടിക്കത്ത് പോലുമില്ല, അവൻ വലിയവനായിരിക്കും. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതിനെ ദൈവം തരും. അടുത്തത്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. അവൻ ഗർഭപാത്രത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. നാളെ മാതാപിതാക്കളാകുന്നവരിനകത്ത് കാണും. നിങ്ങൾക്ക് അനുഗ്രഹമുള്ളൊരു തലമുറയെ ജന്മം കൊടുക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. ഇതുപോലെ തന്നെ അവർ ഉദരത്തിൽ കുഞ്ഞുങ്ങൾ രൂപപ്പെടുമ്പോൾ തന്നെ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വരണം. അവർ ഏറ്റവും ബെസ്റ്റായിരിക്കണം. അനുഗ്രഹമുള്ളൊരു തലമുറ നിങ്ങളുടെ കുടുംബത്തിൽ എഴുന്നേറ്റ് വളർന്നു വരണം. വേണ്ടേ? ആരുടെ മക്കളാണ് ഇത്ര അനുഗ്രഹിക്കപ്പെട്ടത്? ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന, ശുശ്രൂഷ നടത്തി വരവേ. ഹല്ലേലൂയ. അത് അടുത്ത ഭാഗം വായിച്ചേ. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. ദൈവത്തിൽ നിന്നകന്നു പോയവരെ ഈ കൊച്ചു തിരിച്ചു കൊണ്ടുവരും. ദൈവം വലിയൊരു ശുശ്രൂഷകനായി മാറും. ഇനി അവസാനത്തെ 25-ാമത്തെ വാക്യം വായിച്ച്. 1-25 വാക്യം. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന, ശ്രദ്ധിച്ചു കേട്ടോണം, ഇതാര് സാക്ഷ്യം പറയുവാ? പ്രാർത്ഥിച്ച സക്കറിയ എലിസബത്തിന്റെ ഒക്കെ സാക്ഷ്യവാ. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നാണക്കേട്, അപമാനം നീക്കിക്കളയാൻ ഇത് സംഭവിക്കും. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേൽ എന്തേലും ഒരു നാണക്കേട് കിടപ്പുണ്ടോ? അപമാനം കിടപ്പുണ്ടോ? ഞാൻ എങ്ങനെ പള്ളിയിൽ പോകും? ഞാൻ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? ഞാൻ എങ്ങനെ എൻ്റെ കുടുംബക്കാരുടെ കല്യാണത്തിന് പോകും? നാണം കെട്ട് മടുത്തു എന്ന് പറയുന്നവരുണ്ടോ? നിങ്ങളുടെ അപമാനത്തെ ദൈവം നീക്കിക്കളയും. വിശ്വസിക്കുന്നു. എഴുതിയിട്ടുണ്ട്, ഞാൻ വായിക്കാം. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന, പള്ളിക്കാരുടെ ഇടയിൽ, നാട്ടുകാരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നാണക്കേട്, അപമാനം. ഏറ്റവും വലിയൊരു വിഷമമാണ് നാണക്കേട്. നാണം കെട്ട് തലകുനിഞ്ഞും ജീവിക്കുന്നവരുണ്ട്. മനുഷ്യൻ പറഞ്ഞ ഇല്ലാ വചനങ്ങൾ കേട്ട് നാണം കെട്ട് തല താഴ്ത്തിയവരുണ്ട്. സ്ഥലം വിറ്റുപോയവരുണ്ട്, നാട് വിട്ടുപോയവരുണ്ട്, ആത്മഹത്യ ചെയ്തവരുണ്ട്, ട്രെയിനിൻ്റെ മുമ്പിൽ ചാടിയവരുണ്ട്, പുഴയെ ചാടിയവരുണ്ട്, വിഷം കഴിച്ചവരുണ്ട്. നാണക്കേട്. ഇത് എങ്ങനെ ഞാൻ പള്ളിയിൽ പോകും? എങ്ങനെ അവരുടെ മുഖത്ത് നോക്കൂ? നാണം കെട്ടും അടുത്തല്ലോ. ഇങ്ങനൊരു ജീവിതം എന്താ? പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരാൾ സാക്ഷ്യം പറയുക, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ ദൈവം എന്നെ കടാക്ഷിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നാണക്കേട് മാറിപ്പോകും. വീടില്ലാത്തതിൻ്റെ പേര് നാണം കെടണ്ട, ജോലിയില്ലാത്തതിൻ്റെ നാണം കെട്ട് വേണ്ട. എൻ്റെ കുടുംബജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നടന്നില്ലല്ലോ, നിങ്ങളുടെ നാണം കെട്ട് പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇങ്ങനെയൊരു ഭർത്താവിനെയാണല്ലോ നിനക്ക് കിട്ടിയത്, ഇങ്ങനെയൊരു ഭാര്യയാണല്ലോ നിനക്ക് കിട്ടിയത്, ഇങ്ങനെയൊരു മക്കളാണല്ലോ നിനക്ക് ജനിച്ചത്. എന്തിൻ്റെയെങ്കിലും പേരിൽ നാണം കെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും നാണം കെട്ട് പോയിട്ടുണ്ടോ? ആ നാണക്കേടിനെ മാറ്റി ദൈവം നിന്നെ മാനിക്കും. നമ്മൾ ഉറക്കിയൊന്ന് വായിച്ച്. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത്
ചെയ്തു തന്നിരിക്കുന്നു. പാസ്റ്റ് ടെൻസിൽ സാക്ഷ്യം പറഞ്ഞിരിക്കുക, എനിക്കിത് ദൈവം ചെയ്തു തന്നിരിക്കുന്നു. ഇവിടെ ഇന്ന് ഈ വചനം ഈ ദിവസം കേൾക്കുന്നവർ ഒരു സാക്ഷ്യം പറയാൻ ഇവിടെ മൈക്കെടുക്കാൻ ഇടയാകട്ടെ. എന്നത് ദൈവം എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു, ദൈവം എനിക്ക് ഈ കാര്യം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കെടുത്ത് 1 മിനിറ്റെങ്കിലും വേണ്ട, 1 സെക്കൻഡ് 10 സെക്കൻഡെങ്കിലും എൻ്റെ ഒരു സാക്ഷ്യം മടി കൂടാതെ ചമ്മൽ കൂടാതെ പറയാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടാകട്ടെ. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? കേട്ട കാര്യം എന്നാ പറയാ, അപമാനത്തെ നീക്കിക്കളഞ്ഞ് വിലാപ വസ്ത്രത്തെ നീക്കി മാറ്റി ചാക്കുടുത്ത ദുഃഖത്തിൻ്റെ ചാക്കുവസ്ത്രം ധരിച്ച ആ സാഹചര്യത്തെ മാറ്റി ആനന്ദ നൃത്തം അണിയിച്ചു. നല്ലേ സക്കറിയായും എലിസബത്തും ഇപ്പൊ സാക്ഷ്യം പറഞ്ഞ്, മനുഷ്യരുടെ ഇടയിൽ എനിക്ക് നാണക്കേടായിരുന്നു, അപമാനം സഹിച്ച് മടുത്തായിരുന്നു, ദൈവം അത് നീക്കിക്കളയാൻ എന്നെ കടാക്ഷിച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും നല്ല ഒരു അനുഗ്രഹത്തെ ദൈവം എനിക്ക് തന്നു. യോഹന്നാൻ അവൻ ദൈവത്തെ ഏറ്റവും നല്ല അനുഗ്രഹം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം തയ്യാറാകണം. ഏറ്റവും നല്ല അനുഗ്രഹത്തെ ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി മടി കൂടാതെ എഴുന്നേറ്റ് നിൽക്കാമോ? പറ്റുമാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ബുദ്ധിമുട്ടൊന്നും തോന്നരുത്, പിണക്കം തോന്നരുത്. പറ്റുവാണെങ്കിൽ ഒക്കുന്ന പോലെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ സക്കറിയായെ പോലെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ എലിസബത്തിനെ പോലെ. അവർ പ്രാർത്ഥന നിർത്തിപ്പോയവരല്ല, അവർ ശുശ്രൂഷ നിർത്തിപ്പോയവരല്ല, ഇതൊന്നും ഗുണമില്ലെന്ന് പറഞ്ഞ് പോയവരല്ല. പ്രതിസന്ധികൾ ഒരു ഭാഗത്തുണ്ടായിരുന്നപ്പോഴും, വേദനകൾ ഒരു ഭാഗത്തുണ്ടായിരുന്നപ്പോഴും, അപമാനം അപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരുന്നപ്പോഴും, പല കാര്യങ്ങളിലും നാണം കെട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും ഇപ്പുറത്തെ ശുശ്രൂഷ നിർത്തിയിട്ടില്ല, ഇപ്പുറത്തെ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട്. അതാ എഴുതിയിട്ടുള്ളത്, ഞാൻ ദൈവസന്നിധി ധൂപാർപ്പണം ചെയ്തുകൊണ്ടിരിക്കവേ, ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കവേ. ഒരു സൈഡിൽ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥന നിർത്തിയേക്കരുത്, ദൈവ ശുശ്രൂഷ നിർത്തിയേക്കരുത്. നിർത്തണമെന്ന് 1000 വട്ടം തോന്നും, ഈ പരിപാടിക്ക് ഇനി പോകണ്ടെന്ന് തോന്നും, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് തോന്നും, ഇങ്ങനെ തൊള്ളിയിട്ട് എന്താ ഗുണമെന്ന് തോന്നും. അങ്ങനെയൊക്കെ തോന്നിയാലും നിർത്തിയേക്കരുത്. പ്രാർത്ഥിക്കുന്ന നിനക്ക് ദൈവം തരുന്നത് ഏറ്റവും നല്ലതാണെങ്കിലോ, ഏറ്റവും നല്ല വീട് നിനക്ക് ദൈവം തരും, ഏറ്റവും നല്ലൊരു കുടുംബം ദൈവം നിനക്ക് തരും, ഏറ്റവും നല്ലൊരു ശുശ്രൂഷ ദൈവം നിനക്ക് തരും, ഏറ്റവും നല്ല ശബ്ദം നിനക്ക് ദൈവം തരും, ഏറ്റവും നല്ല ആരോഗ്യം ദൈവം നിനക്ക് തരും, ഏറ്റവും നല്ല തലമുറയെ ദൈവം നിനക്ക് തരും, ഏറ്റവും നല്ല ഒരു ജീവിതം നിനക്ക് തരും. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നീ വിഷമിക്കേണ്ട. ദൈവം തരുന്നത് ഏറ്റവും നല്ലതായിരിക്കും, ദൈവം തരുന്നത് ഏറ്റവും നല്ലതായിരിക്കും, ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഹല്ലേലൂയ. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാമോ? കണ്ണുകൾ അടയ്ക്കാമോ? ഒന്ന് പാടി, കൈ അടിച്ച് പാടി ആരാധിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് എല്ലാവരും ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മടുപ്പ് കൂടാതെ ഇന്ന് കേട്ട വചനം മറന്നു പോകുമോ? കൊട്ടാരത്തിന്റെ അങ്കണം വിട്ട് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് 10 സ്റ്റെപ്പ് വെച്ച് ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി, ദൈവം ഇടപെട്ടു. അതിൻ്റെ അർത്ഥം ഒരു നിമിഷം മതി ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മാറാൻ, ഒരു നിമിഷം മതി പ്രതിസന്ധികൾ മാറി അനുഗ്രഹം തെളിഞ്ഞു വരാൻ. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സങ്കീർത്തന വചനം ഓർത്ത് നിന്റെ വിലാപത്തെ അവിടുന്ന് ആനന്ദ നൃത്തമാക്കി മാറ്റൂ. തുള്ളി ചാടാൻ ഇടയാകത്തക്ക വിധം നിനക്ക് നന്മകൾ തന്ന അപമാനത്തെ നീക്കി കളഞ്ഞ് ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇവിടെ ഇരിക്കുന്ന ആരോ ചിന്തിക്കുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ, എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഇവിടെ ഉണ്ടാകാം. അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ ചുവടുവെപ്പായി ഇത് മാറും. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു പുത്തൻ അനുഭവം ഉണ്ടാകും. ഈ വാക്കുകൾ സൗഖ്യത്തെ നൽകും. ഈ വചനങ്ങൾ പുതിയൊരു അനുഗ്രഹത്തെ പകരാൻ ഇടവരും. കടഭാരം കൊണ്ടോ പ്രശ്നം കൊണ്ടോ പ്രതിസന്ധോ കൊണ്ടോ ആയിരിക്കാം ഇവിടെ വന്ന് കയറിയത്. പക്ഷെ ഇവിടെ വരുമ്പോൾ യേശു ആരാന്നുകൂടെ നിങ്ങൾ അറിയും. യേശു ആരാണ്, ദൈവവചനത്തിന്റെ ശക്തി ഇവിടെ വരുന്നവർ അറിയും. 2 കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിക്കാമോ? ദൈവം എനിക്ക് ഏറ്റവും നല്ലത് തരുമെന്ന് വിശ്വസിച്ച് എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി ദൈവം എനിക്ക് ഏറ്റവും നല്ലത് തരും. എന്റെ പാസ്പോർട്ട്, എന്റെ ജോലി, എന്റെ വിദ്യാഭ്യാസം, എന്റെ സ്വപ്നങ്ങൾ, എന്റെ വീട് അങ്ങനെയാണല്ലോ, എന്റെ കുടുംബം അങ്ങനെയാണല്ലോ, എന്റെ അപ്പൻ ഇങ്ങനെയാണല്ലോ, എന്റെ അമ്മ ഇങ്ങനെയാണല്ലോ, എന്റെ കുടുംബക്കാർ ഇങ്ങനെയാണല്ലോ, തൊട്ടതൊക്കെ പരാജയമാണല്ലോ, എങ്ങനെ നന്നായിട്ട് ജീവിച്ചിരുന്ന ആളാ ഞാൻ, ഇപ്പൊ തകർന്നു പോയല്ലോ. സാരമില്ല കുഞ്ഞെ, ഇതൊരു പരീക്ഷണം മാത്രമാണ്. ഈ പരീക്ഷണങ്ങൾ മാറി ഏറ്റവും നല്ലതിനെ ദൈവം എനിക്ക് നിങ്ങൾക്ക് തരും. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ ജീസസ്. ആമേൻ. വിശ്വസിച്ച് കരമടിച്ചൊന്ന് ചേർന്ന് പാടാം, ഒരുമിച്ച് പാടാം. പ്രാർത്ഥിക്കുന്ന സമയത്ത്, ധൂപാർപ്പണം നടക്കുന്ന സമയത്ത്
പ്രാർത്ഥിച്ച സമയത്ത്, ആരാധിച്ച സമയത്ത് അപ്പുറത്തൊരു അത്ഭുതത്തെ ദൈവം ചെയ്തു. അബ്രാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. പാടുമോ? അബ്രാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. പാടുമോ? എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. ഒരുമിച്ച് പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം. പാടി സർവശക്തനെന്നും നമ്മോടൊപ്പം. പാടുമോ? പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം. സർവശക്തനെന്നും നമ്മോടൊപ്പം. ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. പാടി ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. സ്വർഗമടയ്ക്കാൻ, മഴ അകറ്റാൻ, മനമൊരുകുമ പ്രാർത്ഥനയ്ക്കായി. പാടി സ്വർഗമടയ്ക്കാൻ, മഴ അകറ്റാൻ, മനമൊരുകുമ പ്രാർത്ഥനയ്ക്കായി. അതുകൊണ്ട് പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം. സർവശക്തനെന്നും നമ്മോടൊപ്പം. അബ്രാമിന് വാഗ്ദാനം ചെയ്യുമ്പോൾ സന്മുൻപിൽ ശൂന്യതയായിരുന്നു. അബ്രാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. ആമേൻ, ആമേൻ. ഒന്ന് കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാമോ? കേട്ട കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒരു നിമിഷം മരിച്ചവരെ പോലെ ആയിരിക്കുന്ന മനസ്സുണ്ട്, മരിച്ചവരെ പോലെ നിലത്ത് വീണവരുണ്ട്, ഇത്ര സങ്കടം സഹിച്ചവരുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ അവസാനിപ്പിക്കുവാണ്. യേശു ഒരു സ്ഥലത്തുനിന്ന് ഒരു പട്ടണത്തിലേക്ക് പോകുമ്പം നേരെ അപ്പുറ സൈഡിൽ കൂടെ ഒരു ശവോടക്ക് ആളുകൾ കൂട്ടമായി ഒരാളെ എടുത്തുകൊണ്ട് വരുന്നൊരു സംഭവമുണ്ട്. അവിടെ ഞാൻ പ്രധാനമായും പറയുന്നൊരു കാര്യമുണ്ട്. അവൻ കൈ നീട്ടി ആ ശവമഞ്ചത്തിന്മേൽ പിടിച്ചു എന്നല്ല, തൊട്ടു. അവിടെ അടുത്ത ഭാഗം എന്നറിയോ? ശവമഞ്ചം ചുമക്കുന്നവർ അവിടെ നിന്നു. നിൽക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. യേശു തൊടുമ്പം ജീവിതത്തിലേക്ക് വരുന്ന തകർച്ചകൾ അവിടെ നിൽക്കും, അവിടെ നിൽക്കും. നമ്മളെ തോപ്പിക്കോ എന്ന് പറഞ്ഞ് വന്നവർ അവിടെ നിൽക്കും. നമുക്കെതിരെ ദുഷ്ടതയും തിന്മയും വിതയ്ക്കുന്ന ആ സംഭവമൊക്കെ ഉണ്ടല്ലോ, അവിടെ നിൽക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെ എന്നും പരാജയമാണല്ലോ, ഞാൻ ചെയ്തതൊക്കെ തോൽവിയാണല്ലോ എന്ന് പറഞ്ഞ സംഭവം അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. യേശു കൈ നീട്ടി തൊട്ടു, മഞ്ചം ശവമഞ്ചം ചുമക്കുന്നവർ പിന്നെ ഒരു സ്റ്റെപ്പ് വച്ചിട്ടില്ല, അവിടെ നിന്നു. ദൈവം നമ്മളെ തൊടുമ്പോൾ ഉണ്ടല്ലോ, ജീവിതത്തിലേക്ക് വരണ്ടാത്തതൊക്കെ അവിടെ നിൽക്കും, വരേണ്ടതേ വരുള്ളൂ. പിന്നെ ആ വ്യക്തിയിൽ വന്നത് ജീവനാണ്. ദൈവം തൊടുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവമാ നിന്നെ തൊട്ടത്. ചിലതൊക്കെ നിൽക്കും, നമ്മിലേക്ക് വരുന്ന തകർച്ച അവിടെ നിൽക്കും. നമ്മളിലേക്ക് വരാൻ സാധ്യതയുള്ള അനർത്ഥങ്ങൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ, ചതി, ദോഷങ്ങൾ, ശാപങ്ങൾ എല്ലാം നിൽക്കണം പറയണ്ട, അവിടെ നിൽക്കും, അവിടെ നിൽക്കും. ആമേൻ.